ഹലോ, രാധാമണി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കറുത്ത എള്ളും കൊണ്ട് ഒരു എള്ളുണ്ടയാണ്. അത് എങ്ങനെയാന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. നമുക്ക് വെള്ള എള്ള് വെച്ച് എള്ളുണ്ട ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ അമ്മ എടുത്തിരിക്കുന്ന കറുത്ത എള്ളാണേ. അപ്പൊ ഇതൊരു 250 ഗ്രാം എള്ളിനോണം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം എള്ളിലൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ കാണുമല്ലോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്തെല്ലാം നല്ല അഴുക്കുണ്ട്. നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇത് കഴുകിയെടുക്കാം. 2-3 വെള്ളം. നമ്മുടെ എള്ള് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണേ. അതെങ്ങനെയാന്ന് നോക്കാം. ഇനി നമ്മള് കട്ടിയുള്ള ഒരു കടായി നമ്മളുടെ ഗ്യാസിൽ വെച്ചു ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എള്ള് കഴുകി വാരി വെച്ചിരിക്കുന്ന എള്ളിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളുടെ ഈ വെള്ളം ഒന്ന് പറ്റി വരണം. ഇതൊന്ന് ഉണങ്ങി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ എള്ള് കണ്ടോ, വെള്ളമൊക്കെ വറ്റി ഇതിന് ചെറുതായിട്ടൊന്ന് വറുത്ത് വരണം എന്ന് പറഞ്ഞ് ഇത് പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അമ്മ ചെയ്യുക കേട്ടോ. നമ്മുടെ എള്ളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കശുവണ്ടി ചേർക്കുന്നുണ്ട്. എള്ളിന് നല്ല ടേസ്റ്റ് കിട്ടും എള്ളുണ്ടൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കശുവണ്ടി ഇപ്പൊ നമുക്ക് വീട്ടിലില്ലെങ്കിൽ അതിന് പകരം നമുക്ക് നിലക്കടലയോ അല്ലെങ്കിൽ പൊട്ടുകടലയോ ഒക്കെ ചേർക്കാം. ഇപ്പം പക്ഷെ അമ്മയുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് അമ്മ കശുവണ്ടിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി അരിഞ്ഞിട്ട് നമ്മള് ഇതിന്റെ അതിൽ ചേർത്ത് കൊടുത്ത് ഇളക്കി ഒന്ന് വറുത്തെടുക്കുവാണേ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ എള്ളുണ്ട കടിക്കുമ്പം ഇതും കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. പിന്നെ എള്ള് വളരെ നല്ലതാണ്. എള്ളിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മുടെ മുടിക്കും പിന്നെ അതുപോലെ തന്നെ ദഹന പ്രക്രിയയ്ക്കും ഒക്കെ നല്ലതാണ് എള്ള്. അതുകൊണ്ട് എല്ലാവരും ഇത് കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ഇഷ്ടപ്പെടും. നമ്മുടെ എള്ള് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ആ കടായിലേക്ക് ശർക്കരപ്പൊടിയാണെങ്കിൽ 250 ഗ്രാം ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഉരുകി വരട്ടെ. നമ്മുടെ ശർക്കര പാനി നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ അതിലെ കല്ലോ അഴുക്കും ഒക്കെ അങ്ങ് മാറിക്കിട്ടും. വീണ്ടും ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം, ഇളക്കി. നമ്മുടെ ശർക്കര പാനി നല്ലതായിട്ട് ആയിട്ടുണ്ട്. നൂല് പോലെ കയ്യെ നമ്മൾ എടുക്കുമ്പം പറ്റില്ല, അതുപോലെ ഒന്നും ആകണ്ട. ഇനി നമുക്കിതിനകത്തോട്ട് എള്ളിടാം. ഏലക്കാപ്പൊടി ഇടാം. ഈ ഏലക്കാപ്പൊടിക്ക് പകരം ചുക്ക് ചേർക്കുന്നവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ചുക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നേ. എന്തെങ്കിലും ഒന്ന് ചേർത്താൽ നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ മുട്ടായിക്ക്. ഇപ്പൊ നമുക്ക് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാറട്ടെ.
എന്നിട്ട് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ചെറിയ ചൂടോട് നമ്മൾ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ട പിടിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. അപ്പൊ നമുക്ക് നോക്കാതെ എങ്ങനെയാണ്. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാറി. ഇനി നമുക്ക് ആ ചെറിയ ചൂടോടെ തന്നെ ഇത് ഉരുട്ടി കൊടുക്കണം. അമ്മ ഇങ്ങനെ ഉരുട്ടുവാണേ. നല്ല ചൂടുണ്ടായിരിക്കും, കൈ പൊള്ളാതെ നോക്കണം. അല്ലെങ്കിൽ എന്ത് നെയ്യോ എണ്ണയോ കയ്യിലൊന്ന് തടവിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇതാ നമ്മുടെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെറു ചൂടോട് വേണം നിങ്ങൾ പെട്ടെന്ന് ഉരുട്ടിയെടുക്കണം. ഒരാൾ തന്നെ പറ്റുന്നില്ലെങ്കിൽ ഹെൽപ്പിന് മറ്റാരേലും ഉണ്ടെങ്കിൽ അവരൂടെ ചേർന്ന് ചൂടാറുന്നതിന് മുമ്പേ ഉരുട്ടി എടുത്താൽ ഇതുപോലെ നമുക്ക് കിട്ടും. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കി കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ഗുണങ്ങളുണ്ട് എള്ളിന്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കണൂടെ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാകും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.